ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഊഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ ബാധ്യതയാവും. മോഹൻലാൽ സിനിമയെക്കുറിച്ച് സംവിധായകനായ തരുൺമൂർത്തി. മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ തരുൺമൂർത്തി ചിത്രത്തിൻ്റെ രസകരമായ വിശേഷങ്ങളുമായി ലൊക്കേഷൻ വീഡിയോ. തലമുറകളുടെ നായകനായ ഒരു മോഹൻലാലിനെ കാണാനാണ് ക്ഷണിക്കുന്നതെന്നും സംവിധായകൻ തരുൺമൂർത്തി പറയുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന തുടരും എന്ന സിനിമയുടെ സീനിക് പീക്ക് വീഡിയോ ആണ് സംവിധായകൻ്റെ പരാമർശം. സിനിമയിലെ ടൈറ്റിലിനെ തുന്നിക്കെട്ടലിനു പിന്നാലെ രഹസ്യങ്ങളിലേക്ക് സൂചനകളും സംവിധായകൻ പങ്കുവയ്ക്കുന്നുണ്ട്. തരുൺമൂർത്തിയുടെ വാക്കുകൾ: മോഹൻലാൽ എന്ന നടനെ വെച്ച് ഞാൻ ചെയ്യുന്ന എൻ്റെ സിനിമ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെയൊക്കെ വീടിന് അപ്പുറത്തോ അയൽവക്കത്തോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ, അയാളുടെ കുടുംബം, അയാളുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, കൂട്ടുകാർ, അയാളുടെ രസകരമായ മുഹൂർത്തങ്ങൾ, അയാളുടെ ജീവിതം, അങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഞങ്ങൾ തുന്നിക്കെട്ടിയിരിക്കുന്നതെന്ന് അറിയാൻ റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരും. ഈ സിനിമ കടന്നുപോകുന്ന കുറേ മൊമെന്റ്സുകളുണ്ട്, സംഭവങ്ങളുണ്ട്. അതിലേക്ക് ഇന്നത്തെ ലാലേട്ടൻ കടന്നുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ ലാലേട്ടൻ്റെ രീതികളിൽ കടന്നുപോയി കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും എന്നതാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. തലമുറകളുടെ നായകനായിട്ടുള്ള ഒരു മോഹൻലാലിനെ കാണാൻ, അല്ലെങ്കിൽ മോഹൻലാലിനൊപ്പം ശോഭന ചേരുമ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി കാണാൻ ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. അതിനപ്പുറത്തെ നിങ്ങൾ ഊഹിച്ചു കൂട്ടുന്നതും മെനഞ്ഞു കൂട്ടുന്നതുമൊക്കെ ഒരുപക്ഷേ നിങ്ങൾക്ക് തന്നെ ബാധ്യതയായി തുടർന്നേക്കാം. ഒരാളുടെ ജീവിതം തുടരും എന്ന് പറഞ്ഞ് നിർത്തുന്നതും പോലെയുള്ള ടൈറ്റാണിത്. തുടരും എന്ന ടൈറ്റിലിന് തുന്നിക്കെട്ട് എന്തിനാണുള്ളത്? സിനിമ തന്നെ പറയട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മോഹൻലാലിൻ്റെ കരിയറിലെ 366ാമത്തെ ചിത്രമാണ് ഇത്. ശോഭനയുടെ ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നത്.